വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ തിരുമേനി പറയുന്നതൊക്കെ കേട്ടിട്ട് സുസ്മിത എങ്ങനെ മനസ്സിൽ കരുതുകയാണ്. പെറ്റമ്മയ്ക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാനുള്ള ഭാഗ്യമല്ലേ ഉള്ളൂ. പോറ്റമ്മയാണെങ്കിൽ അവിടെ നിന്ന് ഒരുകയാണ്. വെറുതെ ഇതൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ ആയുസ് പിടിച്ചു നിർത്താനായിട്ട് എന്തായാലും സാധിക്കില്ലല്ലോ. ഇത് സ്വീകരിക്കാൻ നിൽക്കുന്ന പാർവതി ദേവിക്ക് പോലും അറിയില്ല ഇതാര് നൽകും, കിട്ടുമോ ഇല്ലയോ എന്ന്. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ സുസ്മിത എങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പിന്നെ ശ്യാമയും കരുതുകയാണ് കുഞ്ഞേച്ചി ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ആ പാപം കൂടി എന്തിനാണ് ഞാൻ വരുത്തി വെക്കുന്നത്. കുഞ്ഞേച്ചി വന്ന് ഇതങ്ങോട്ട് ചെയ്യേ, പറയേണ്ടവരിടത്തോളില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാം. അല്ലാതെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ശാലിനി നോക്കി കരുതുകയാണ്. അന്നേരം ശാലിനിയും തിരിച്ച് കരുതുന്നുണ്ട്. ഒരാവേശത്തിന് പുറത്ത് സത്യങ്ങളെ വിളിച്ച് പറഞ്ഞാലായിട്ട് ഒന്നും നേടാനായിട്ട് പോകുന്നില്ല. നീ എന്തായാലും ഇതങ്ങോട്ട് ചെയ്യാനായിട്ട് നോക്കുക, അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനിയും തിരിച്ച് മറുപടി എന്ന പോലെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ അത് വാങ്ങിക്കുന്നിങ്ങനെ ശ്യാമയോട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, കുഞ്ഞേച്ചി ചെയ്യുന്നുള്ള രീതിയിൽ ശ്യാമയും നിൽക്കുക. അന്നേരം വിഷ്ണു ഇവരെ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ശാലിനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ട്. അന്നേരം പിന്നെ സുസ്മിതയാണെങ്കിൽ വീണ്ടും കരുതുകയാണ് കുഞ്ഞിൻ്റെ ആയുസ് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല ഈ ഹോമം കൊണ്ട്. വെറുതെ ഒരു ഹോമം നടത്തി സത്യാമ്മയുടെ കുറേ കാശ് കളഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയും കുഞ്ഞമ്മയും കൂടി പിന്നെ കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ ഒന്നും ചെയ്യില്ല. ഒരു കുഞ്ഞിൻ്റെ ആയുസ്സിൽ കൂടി ചേച്ചി അനിയത്തിയും കൂടി വെള്ളം ചേർത്തു. ഇനി എന്താകുമെന്ന് നോക്കാം എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്നും സുസ്മിത ശാലിനിയുടെ അവസ്ഥ കണ്ടിട്ട് മനസ്സിൽ കരുതുകയാണ്, നിന്നെ ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിർത്തും എന്നുള്ളത് തീരുമാനിച്ചത് ഈ സുസ്മിത തന്നെയാണ്. ഈ ഹോമം കൊണ്ട് കുഞ്ഞിൻ്റെ ആയുസ്സിന് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്കിങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ എന്നിങ്ങനെ സുസ്മിത വീണ്ടും മനസ്സിലങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. ചരട് കയ്യിൽ കെട്ടി നീ എനിക്ക് മുന്നേ ഒരുപടി ജയിച്ചിരിക്കാം, പക്ഷേ ഈ തട്ടം അത് ദേവിക്ക് മുന്നിൽ വയ്ക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലടി എന്ന് സുസ്മിത ഇങ്ങനെ ശാലിനി നോക്കി മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം തിരുമേനി ആ തട്ടം അങ്ങോട്ട് നീട്ടിയിട്ട് ശ്യാമയ്ക്ക് നേരെയാണ് നീട്ടുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അമ്മ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ സകല പാപങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തട്ടം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീട്ടുകയാണ്. പക്ഷേ ശ്യാമ വാങ്ങാനായിട്ട് കൂട്ടാക്കുന്നില്ല. ശ്യാമ ഇങ്ങനെ ശാലിനിയോട് വാങ്ങിക്കാൻ പറയുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ ശ്യാമയോട് വാങ്ങിക്കുക എന്നിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അത് കാണുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ വിഷ്ണു കണ്ടു എന്നുള്ളത് ശാലിനിക്കും ബോധ്യമാവുകയാണ്. പക്ഷേ ശാലിനി അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിന് ആകെപ്പാടെ സംശയം തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും ആ രീതിയൊക്കെ കണ്ടിട്ട്. അവസാനം ശ്യാമയെ എന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ ശ്യാമ മടിച്ച് വന്നിട്ട് ആ കൈ പിന്നെ ചരട് കെട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ സാരിത്തും കൊണ്ട് മറച്ചിരിക്കുക തന്നെയാണ്. എന്നിട്ട് അത് ശ്യാമ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് സമർപ്പിച്ചോളൂ എന്ന് തിരുമേനി പറയുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ആ തട്ടം ഇങ്ങനെ അവിടത്തേക്ക് വയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയ്ക്ക് അങ്ങോട്ട് തലകറക്കം കാണിക്കുന്നുണ്ട്. അത് ശ്യാമ വെറുതെ അത് ആക്ട് ചെയ്യുന്നത് മാത്രമാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ വീഴാനൊക്കെ പോവുകയാണ്. അന്നേരം വിഷ്ണു ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി ശ്രദ്ധിക്കുകയാണ്. ശാലിനിക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. തുടർന്ന് ശാലിനി ആണെങ്കിൽ ശ്യാമ അങ്ങ് വീഴുന്നുണ്ട്. അന്നേരം രോഹിത് അങ്ങോട്ട് പിടിക്കുകയാണ് ശ്യാമയെ. അന്നേരം ഓടി ചെന്ന് ശാലിനി ആണെങ്കിൽ ശ്യാമയുടെ കയ്യിലിരിക്കുന്ന ആ തട്ടം അങ്ങ് കൈകളിലേക്ക് വാങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. വിഷ്ണു നിന്നെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. വിഷ്ണു അനങ്ങുന്നേയില്ല. വിഷ്ണു ശ്യാമയെ വീണതിട്ട് വിഷ്ണു ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഈ ശാലിനി ചെയ്യുന്നത് മാത്രമാണ് വിഷ്ണുവോടെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ആ തട്ടം ഇങ്ങനെ പിന്നെ ശാലിനിയുടെ കൈകളിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ മടിയിലേക്ക് ശ്യാമ വീഴുമ്പോൾ ശ്യാമയെന്ന് സത്യഭാമയും രോഹിത്തും കൂടി ശ്യാമയെ ഇങ്ങനെ കുലുക്കി വിളിക്കുകയാണ്. ഭാമ ഇത് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് തിരുമേനി ഇങ്ങനെ തൊഴുതുവശം നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി തന്നെ ദേവിയുടെ അതിലേക്ക് ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ആ തട്ടം ആ ഹോമത്തിൻ്റെ ആ തട്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. വിഷ്ണു അത് നന്നായിട്ട് നോക്കി നിൽക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ ശാലിനി ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ വിഷ്ണു ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം പപ്പി പറയുന്നുണ്ട്, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പപ്പി അങ്ങോട്ട് ഓടുകയാണ്. അന്നേരം ശ്യാമയെന്ന് ഇങ്ങനെ കുലുക്കി രോഹിത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ ശാലിനി അതങ്ങ് വെച്ച ശേഷം വീണ്ടും ശ്യാമയെ ശ്രദ്ധിക്കുകയാണ്. അന്നേരവും വിഷ്ണു ശാലിനിയെ തന്നെ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി വിഷ്ണുവിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വിഷ്ണു അങ്ങ് മനസ്സിൽ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ്. ഇതേസമയം സത്യ വന്നിട്ട് അമ്മേ ശിവഭഗവാൻ അനുഗ്രഹിച്ചു, എൻ്റെ അച്ഛൻ ഉടനെ വരും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സത്യയെ തന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ സത്യ ആകെ സന്തോഷത്തിലാണ്. അന്നേരം വിഷ്ണു ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റി കളയുകയാണ്. കുഞ്ഞിനെ അങ്ങോട്ട് നോക്കുകയാണ്. പക്ഷേ സത്യമാണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുന്നു. അതത്ര വരെ കാണിക്കുന്നുള്ളൂ.
തുടർന്ന് കാണിക്കുന്നത് സത്യമാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കയ്യിലൊരു തട്ടത്തിൽ പൂവൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്ന ദിവസമാണ്, അച്ഛനെ സ്വീകരിക്കാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്നോട് സ്നേഹമായിരിക്കും, ഓടി വന്ന് എന്നോട് സ്നേഹത്തിൽ പെരുമാറുമോ, അച്ഛനെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. പിന്നെ അച്ഛനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കുറേ ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ അച്ഛന് ഇഷ്ടമാവുമായിരിക്കുമല്ലേ, ഞാൻ സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ ഒരു സംസാരിക്കുകയാണ്. തുടർന്ന് ഞാൻ കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഭഗവാനും വെച്ചിട്ടുണ്ട്, ബാക്കി എനിക്ക് എൻ്റെ അച്ഛനെ സ്വീകരിക്കാൻ വേണം, ഞാൻ വല്ലാത്തൊരു സന്തോഷത്തിലാണ്, ഞാൻ പോയി ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഈ പൂവും കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് ആ പൂവും എല്ലാം ഒക്കെ കൊണ്ടുവന്നിട്ട് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ആ കുട്ടി അങ്ങോട്ട് വരയ്ക്കാനൊക്കെ തുടങ്ങുകയാണ്. അന്നേരം വെൽക്കം എന്നാണ് എഴുതി തുടങ്ങുന്ന കളർ ചോക്കുണ്ട്. എന്നിട്ട് പൂ വെച്ച് അതൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഇതെന്താ പൂക്കളാണോ ഇടാൻ പോകുന്നത്, അതിന് ഓണം ആയില്ലല്ലോ, എന്താ വരയ്ക്കുന്നത് എന്നൊക്കെ, പൂവൊക്കെ കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ഞാനിത് വരച്ച് കഴിയുമ്പോൾ ശാരദാമ്മ ഞെട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആണോ, എങ്കിൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് നോക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ സോപാനത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് ഇത്ര പെട്ടെന്ന് ഓണമായി, ഇതെന്താ പൂക്കൾ ഇടുകയാണോ എന്ന് ശാലിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം വരച്ച് കഴിയുമ്പോൾ ഞെട്ടു എന്നൊക്കെയാണ് പറയുന്നതെന്ന് ശാരദാമ്മയും പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ സ്റ്റെപ്പിൽ കൂടെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ചവിട്ടല്ലേ അമ്മയെന്ന് പറയുകയാണ്. അന്നേരം ചവിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ സത്യം അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇന്നെൻ്റെ അച്ഛൻ വരുന്ന ദിവസമല്ലേ, അച്ഛനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇന്നലെ സത്യമോൾ ഉറങ്ങിയിട്ടേ ഇല്ല, അച്ഛനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അവസാനമാണ് വെൽക്കം എന്നെഴുതി സ്വീകരിക്കാമെന്ന് കണ്ടുപിടിച്ചത്, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി വീണ്ടും അത് വരയ്ക്കാനൊക്കെ തുടങ്ങുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ശാലിനിക്കും ആകപ്പാടെ ഇങ്ങോട്ട് വിഷമാകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല, ആകെ സങ്കടമാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യ വരച്ചുകൊണ്ടിരുന്ന സത്യമാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, അമ്മയോടൊരു കാര്യം ചോദിക്കാൻ മറന്നു, എന്താ അച്ഛൻ്റെ പേര്, വെൽക്കം എന്ന് എഴുതിയിട്ട് അച്ഛൻ്റെ പേര് എഴുതണ്ടേ, എങ്കിലല്ലേ അച്ഛന് മനസ്സിലാകും, അച്ഛനെ സ്വീകരിക്കാനാണെന്ന്, എന്താ അച്ഛൻ്റെ പേര് എന്നിങ്ങനെ ഈ കുട്ടി ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും പിന്നെ ശാലിനി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അച്ഛൻ വരുമെന്ന് മോളോട് ആരാ പറഞ്ഞതെന്ന്. അന്നേരം ഈശ്വരൻ പറഞ്ഞു, അച്ഛൻ വരുമെന്ന് പറഞ്ഞു, അമ്പലത്തിൽ വെച്ച് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് കുട്ടി ആലോചിക്കുന്നുണ്ട്. വിഷ്ണു പറഞ്ഞത് ഈ ഹോമവും പൂജയൊക്കെ കഴിയുമ്പോൾ സത്യക്കുട്ടിയുടെ അച്ഛൻ വരും എന്നുള്ളത് പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. തുടർന്ന് പേര് പറയാമ്മേ എന്നിങ്ങനെ ഈ കുട്ടി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ പറയുന്നില്ല. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അച്ഛനെ കാണണം എന്നുള്ള അത് ഈ ആഗ്രഹവും സന്തോഷവും ഒക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ കൂടി വരികയാണ്. അതിനുത്തരം പറഞ്ഞേ മതിയാവൂ. അച്ഛനെ കാണണം എന്നുള്ളൊരു ഒരു കനലായിട്ട് കുട്ടിയുടെ മനസ്സിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അത് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം പതിയാണ് സംസാരിക്കുന്നത്. എന്താ ഒരു രഹസ്യം, അച്ഛൻ്റെ പേര് പറയില്ല എന്നാണല്ലേ എന്നിങ്ങനെ സത്യ വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരവും ശാലിനി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അന്നേരം എങ്കിൽ വേണ്ട, ഞാൻ അച്ഛനെന്ന് എഴുതിക്കോളാം എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ മുറ്റമൊക്കെ ശ്രദ്ധിച്ചിട്ട്, ശാരദാമ്മ ഈ മുറ്റത്തൊക്കെ എന്തോരം ചവറാണ്, പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടാൽ വിചാരിക്കില്ലേ ഇത് എന്ത് വൃത്തികേടാണെന്നുള്ളത്, അച്ഛൻ വന്ന് കണ്ടാൽ എന്താണ് വിചാരിക്കുക, 3 പെണ്ണുങ്ങളുള്ള വീടല്ലേ ചോദിക്കില്ലേ എന്നിങ്ങനെ സത്യയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട്, പക്ഷേ ആ സങ്കടവും വരികയാണ്. തുടർന്ന് ഞാൻ തന്നെ അടിച്ച് വാരിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെയൊക്കെ ചൂല് നോക്കുന്നുണ്ട്. അതിനുശേഷം ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് അവിടെയൊക്കെ ഇങ്ങോട്ട് അടിച്ചു വരികയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ചെറിയ സന്തോഷമുണ്ട്. പക്ഷേ ശാലിനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് ശാലിനി. അന്നേരം ശാരദാമ്മ മനസ്സിൽ പറയുകയാണ്, ഈ കുട്ടി അച്ഛൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, കുഞ്ഞിൻ്റെ പിന്നെ സന്തോഷം കാണുമ്പോൾ ഒന്നും പറയാനും തോന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് സത്യമാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വാരിയ ശേഷം വെൽക്കം അച്ഛൻ എന്ന് കൊണ്ടൊക്കെ എഴുതി അലങ്കരിച്ചതിന് ശേഷം ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കി ആ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദയനീയമായിട്ട് വഴി കണ്ണുമായിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിലാണെങ്കിൽ സത്യഭാമ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നു. രാഘവൻ നായർ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു. പിള്ളയും തൊട്ടടുത്ത് നിന്ന് പത്രം വായിക്കുന്നുണ്ട്. പപ്പിമോളെ അവിടെ ഇരുന്ന് പഠിപ്പിക്കുകയാണ് ശ്യാമ. രോഹിത് ആണെങ്കിൽ എന്തൊക്കെയോ കണക്കൊക്കെ എഴുതുകയാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും വലിയ തിരക്കിലാണല്ലോ എന്നിങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അന്നേരം ഈ കുട്ടിയെ നോക്കിയിട്ട് നീയും വലിയ പഠിപ്പിലാണോ എന്നിങ്ങനെ പപ്പിയോട് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എവിടെ നിന്ന്, ഞാൻ വരുമ്പോൾ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഒന്ന് പഠിപ്പിക്കാൻ എത്തിയതാണ് എന്ന് പറയുന്നുണ്ട്.
അന്നേരം രാഘവൻ നായർ പറയുകയാണ് കുട്ടികൾ അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് ശോഭിക്കേണ്ടത്. പിന്നീട് പഠിത്തത്തിലായാലും ഏതിലായാലും കുട്ടി നന്നായിട്ട് പഠിക്കും ശോഭിക്കും എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും പറയുന്നുണ്ട് ഈ ഹോമം നടത്തിയില്ലേ, അപ്പോൾ അവളിനി എല്ലാത്തിലും ഒന്നാമതെത്തും എന്നൊക്കെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ശരി വയ്ക്കുന്നുണ്ട്. ഹോമം കഴിഞ്ഞപ്പോൾ ഇവിടെ ബാധിച്ചിരുന്നതെല്ലാം ഒഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു, ഇനി എല്ലാം നല്ലതിനായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അന്നേരം വിഷ്ണുവിൻ്റെ മുഖത്ത് അങ്ങോട്ടൊരു തെളിച്ചമൊന്നുമില്ല. തുടർന്ന് രോഹിത്തും പറയുന്നുണ്ട് ബിസിനസ്സിലും നല്ല പുരോഗതിയൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പറയാതെയാണ് ഓരോ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ് സുസ്മിത ആണെങ്കിൽ അവിടെ കാറിൽ വന്നിറങ്ങി അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം രാഘവൻ നായരാണ് ആദ്യം വാതിൽക്കൽ വന്ന് നിൽക്കുന്ന സുസ്മിതയെ കാണുന്നത്. അന്നേരം എല്ലാം ബാധകളും അങ്ങോട്ട് ഒഴിഞ്ഞു പോയി എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ചില യക്ഷികൾ ഇവിടെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് വാതിൽക്കലേക്ക് ചൂണ്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണ് ആദ്യം തിരിഞ്ഞ് നോക്കുന്നത്. അന്നേരം വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്തിനും ഭാമയ്ക്കും ഒക്കെ ഈ സുസ്മിതയെ കാണുമ്പോൾ ദേഷ്യം വരികയാണ്. അന്നേരം അങ്ങനെ പറഞ്ഞതിൽ രാഘവൻ നായർ അങ്ങനെ പറഞ്ഞതിൽ യക്ഷി എന്ന് പറഞ്ഞതിൽ സുസ്മിതയ്ക്കും വല്ലാത്തൊരു ദേഷ്യമുണ്ട്. അന്നേരം വിഷ്ണു ചൂടാവുകയാണ്. അമ്മ ഇവളെന്താ ഇവിടെ, അമ്മ വിളിച്ചിട്ടാണോ വന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചൂടാവുകയാണ്. തുടർന്ന് സത്യഭാമ പറയുകയാണ് ഇവളെയൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടാണോ കയറി വരുന്നതെന്ന് പറയുകയാണ്. അന്നേരം നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഞാനിവിടെ കയറി താമസിക്കാൻ വന്നതൊന്നുമല്ല, ചില സത്യങ്ങൾ ഇവിടെ വന്ന് പറയാനായിട്ട് വന്നതാണ്, അത് അറിയിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ എടി നിൻ്റെ സത്യങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയണ്ട എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടനെ അറിയണ്ടായിരിക്കും, പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ അത് അറിയേണ്ട ആവശ്യമുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. ജയിലിൽ കിടന്നിട്ട് ഇവളൊന്നും പഠിച്ചില്ല എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ശ്യാമയും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പിന്നെ ജയിലിലേക്ക് ഞാൻ പോയത് പഠിക്കാനൊന്നുമല്ല, പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നീ എന്നെ പഠിപ്പിക്കാനൊന്നും ആയിട്ടില്ല, നിൻ്റെ ജീവിതത്തിൻ്റെ അടിവേര് അറുക്കാനായിട്ട് എൻ്റെ ഒരൊറ്റ വാക്ക് മതി, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ സുസ്മിത ഇങ്ങനെ ശ്യാമയെ നോക്കി പറയുമ്പോൾ ശ്യാമ ഒന്ന് ഭയപ്പെടുകയാണ്. ഈശ്വര, ഇവളുടെ കയ്യിൽ എന്തോ പിടിവള്ളി ഉണ്ട്, അല്ലാതെ ഇവൾ ഇത്ര ഉറപ്പിൽ ഇവിടെ വന്നൊന്നും സംസാരിക്കില്ല, എന്തായിരിക്കും അത് എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ ആലോചിച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. ഭാമയും രോഹിത്തും രാഘവൻ നായരും ഒക്കെ ഇവള് പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ് ഭാമ ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നേരെ അധികാരം കാണിക്കാനായിട്ട് ഇവൾക്ക് ആരാണ് അവകാശം കൊടുത്തത്, ഇവളെ ഇറക്കി വിട് ഭാമ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ് എടി നിന്നെ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല, അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല, അതുകൊണ്ട് വിട്ടോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം മനസ്സില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും തന്നെ ചെയ്യും, വിഷ്ണുവേട്ടൻ അത് കേൾക്കുകയും ചെയ്യും, എന്തോ ചെയ്യും എന്നിങ്ങനെ പിന്നെ ആ കട്ടയ്ക്ക് നിന്ന് സുസ്മിത ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ആണ്ടിമൂണ്ടി ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം രോഹിത്തിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് പറയണം അങ്ങനെയൊന്നും പറഞ്ഞാൽ അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി, ഇവിടെ നിന്ന് നിൻ്റെ സംസാരമൊന്നും ആർക്കും കേൾക്കണ്ട എന്ന്, അല്ലെങ്കിൽ നിന്നെ അടിച്ച് പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണു അല്ല രോഹിത്ത് പറയുകയാണ്. അന്നേരം ആഹാ ഇളമുറ തമ്പുരാന് ശബ്ദം വെച്ചോ, അപ്പോൾ ശബ്ദം വയ്ക്കാനൊക്കെ അറിയാമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിയത്തു പോലുമില്ലല്ലോ, പിന്നെ നിൻ്റെ വാഴപ്പിണ്ടി പോലുള്ള നട്ടെല്ലും കൊണ്ട് സുസ്മിതയ്ക്ക് നേരെ കൈക്കരുത്ത് കാണിക്കാനാണ് വന്നതെങ്കിൽ അത് വേണ്ട, അത് മടക്കി കയ്യിൽ തന്നെ വച്ചേക്കണം എന്നിങ്ങനെ പിന്നെ പറയുകയാണ്. സുസ്മിത ഇങ്ങനെ കൈ ചൂണ്ടി രോഹിത്തിനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഇറങ്ങിപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ ആകെ ശ്രദ്ധിച്ച് സത്യഭാമയും എല്ലാവരും എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. തുടർന്ന് ആ പ്രൊമോയിൽ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു രോഹിത്തിനോട് പറഞ്ഞത് പിന്നെ പപ്പി നിൻ്റെ മകളല്ല എന്നിങ്ങനെ സുസ്മിത വിളിച്ച് പറയുന്നത്. ഇതിനിപ്പോൾ ലാസ്റ്റ് സീൻ വരുമ്പോഴത്തേക്കിനി ശ്യാമ കാണുന്ന സ്വപ്നമാണോ അതോ ഇനി സുസ്മിത തന്നെ കാണുന്ന ഇനി സ്വപ്നം വല്ലതുമാണോ അതോ എന്താണ്, അതോ ഇനി സത്യഭാമ പറയുന്നതൊക്കെ കേട്ടിട്ട് അടിച്ച് പുറത്താക്കുമോ എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക്